എല്ലാവർക്കും ഫാമിലി വണിന്റെ ബലിപെരുന്നാൾ ആശംസകൾ. പെരുന്നാളുകളെല്ലാം ആഘോഷിക്കാനുള്ളതാണ്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു പെരുന്നാള് ഒരു ബീഫ് ദം ബിരിയാണി വെച്ച് ആഘോഷിക്കാം. അപ്പൊ നമുക്ക് നേരെ അതിന്റെ പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ നമ്മുടെ ബീഫ് ദം ബിരിയാണിക്ക് ആവശ്യമായിട്ട് ആദ്യം എടുക്കുന്നത് കിടാവിറച്ചിയാണ് നമ്മൾ ബീഫ് ബിരിയാണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാലേ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. അത് 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കൈമാരി 1.5 കിലോ എടുത്തിട്ട് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കഴുകി സോക്ക് ചെയ്ത് വെച്ചേക്കണേണ്. എന്നിട്ട് അതിനുശേഷം വെള്ളം വാർന്നതാണ്. സവാള 2 കിലോ ആണ് ഇത് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. തൈര് ഒരു 1/2 കപ്പ്, ഇഞ്ചി 1.5 ടീസ്പൂൺ, പച്ചമുളക് ചതച്ചത് 2 ടീസ്പൂൺ, തക്കാളി ഒരു 4 എണ്ണം സ്ലൈസ് ചെയ്തത്, പുതിനയില 1 കപ്പ്, മല്ലിയില 1 കപ്പ്, നെയ്യാണ് ഇത് ഒരു 3 ടേബിൾ സ്പൂൺ വേണ്ടി വരും, ഗാർലിക് ഒരു 3 ടീസ്പൂൺ വേണ്ടി വരും. ഇത് ക്യാപ്സിക്കം ആണ്, ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതൊരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പിന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, ലെമൺ ജ്യൂസാണ്, ചെറുനാരങ്ങ നീര്, മുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. 1/2 കപ്പ് പാല് ആവശ്യമുണ്ട്. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. അരി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. കൊക്കോ ഫ്രഷ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ നല്ല ഒറിജിനൽ സാധനമാണ്. ഒരു മിക്സും ഒന്നും ഇല്ലാത്ത നല്ല ഒറിജിനൽ ഫ്രഷ് കോക്കനട്ട് ഓയിൽ ആണ്. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് വഴറ്റിലൊന്നുമില്ല, എല്ലാവരും ഫ്രഷ് ആയിട്ട് തന്നെ ഇട്ട് അത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കണം. ഏകദേശം ഒരു പകുതി സവാള, 1 കിലോത്തോളം സവാള ഇതിലേക്ക് ഇടുകയാണ്. തക്കാളി എടുത്ത് വെച്ചേക്കുന്നത്, അല്പം ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഇത് പുതിനയിലയാണ്, മല്ലിയില അതുപോലെ തന്നെ കുറച്ച് മാത്രം മാറ്റി വെക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ ആണ് തൈര് ഉപയോഗിക്കുന്നത്. ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ 4 സ്പൂൺ എടുത്ത്. പച്ചമുളക് ചതച്ചത് ഒരു 3/4 എടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരു 2 ടീസ്പൂൺ ആണ്. ഗാർലിക് ഒരു 3 ടീസ്പൂൺ. പെരിഞ്ജീരക പൊടിയാണ് 3/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടിയാണ്, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യണത്. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇത്തിരി പ്രഷർ ഉപയോഗിച്ചിട്ട് തന്നെ ഉടച്ച് മിക്സ് ചെയ്യണം. ഇതിലേക്കാണ് നമ്മൾ ബീഫ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ജ്യൂസ് ഇറങ്ങി നന്നായിട്ട് എല്ലാവരും ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കുറേശ്ശായിട്ട് ഇതിപ്പോ ഏകദേശം എല്ലാവരും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 മണിക്കൂറിന് ശേഷം നമുക്കെടുത്ത് കുക്ക് ചെയ്യാം. 1 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള സമയം. ഇത് നമുക്കെടുത്ത് മാറ്റി വെക്കാം. ഇത് ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ച ബിരിയാണി പോട്ടാണ്. ഇതിപ്പോ പോത്തീസിന്നാണ് മേടിച്ചത്. ഇപ്പൊ പോത്തീസിലെ നല്ല ഓഫറാണ്, നല്ല ഗ്രാൻഡ് ഓഫറാണ് എല്ലാത്തിനും. ഇത് മേടിച്ചത് കൊണ്ടാണ് ബിരിയാണി വെക്കാനായിട്ടുള്ള തീരുമാനമാണ്. ഞങ്ങൾ വേറെ ആയിരുന്നു ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ
ഇപ്പൊ ബിരിയാണി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മാറി ഈ ഒരു പോട്ട് മേടിച്ചായിരുന്നു. ഇതിപ്പോ 11 കിലോ കൊള്ളുന്ന ഒരു ബിരിയാണി പോട്ടാണ്. ഞങ്ങള് ഈ ഒരു സെയിം സാധനം മറ്റുള്ള ഷോപ്പിംഗ് മാൾസിലൊക്കെ പോയി നോക്കിയപ്പോ 3000 അതിന് മേലേക്കായിരുന്നു. പക്ഷെ ഇതിന് ജസ്റ്റ് 1500 റുപ്പീസിനാണ് ഇതിപ്പോ ഞങ്ങള് മേടിച്ചത്. സോ ഐ തിങ്ക് പോത്തീസിൽ ഇപ്പൊ നല്ലൊരു ഓഫറാണ്. എല്ലാവരും ഒന്ന് പോയി നോക്കുക. ചിലപ്പോ നിങ്ങൾക്കും അത് തന്നെ, ചിലപ്പോ നിങ്ങൾക്കും കിട്ടിയാലോ. അപ്പൊ ഇനി അടുത്തത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ സമയം, അത് ആ ടൈം വേസ്റ്റ് ആകാണ്ട് സവാള ഇപ്പുറത്തുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന സവാള 1 കിലോ ഉള്ളത്, ഇത് പെട്ടെന്ന് വഴന്നു കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി ക്രിസ്പി ആയിട്ട് കിട്ടും. സവാള ഇങ്ങനെ നമ്മൾ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പാനിലേക്ക് ഇട്ട് വറുത്തെടുക്കാൻ പോവാണ്. നെയ്യാണ് ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിക്കുകയാണ്. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞു വരുള്ളൂ. ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രഷ് വേപ്പിലാണ്. ഇത് നമ്മളുടെ ഒരു ഫ്രണ്ട് തന്നെ തന്നതാണ്, ലില്ലി ചേച്ചി തന്നതാണ്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഷൂട്ടിങ്ങിന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച വേപ്പിലായിരുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടിയിരുന്നു. അത് അവരുടെ വീട്ടിലുള്ളതാണ്. അപ്പൊ അവര് കറക്റ്റ് ടൈമിൽ അത് വരികയും ചെയ്ത് സാധനം കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സാധനം തന്നെ ഇടാൻ പറ്റും, മരുന്നടിക്കാത്തത്. അങ്ങനെ ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇനി ഇത് കോരി വെച്ചിട്ട് ഇരിക്കുന്തോറും ഇതൊന്ന് ഒന്നും കൂടി മൊരിയും. ഇനി അടുത്തത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഡാൽഡ ഇടുകയാണ്. അതില് കിസ്മിസും കാഷ്യൂനട്ടും നമ്മൾ വറുത്തെടുക്കണം. ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കും. അടുത്തത് ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇടാം. കാഷ്യൂനട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട്, ഡാൽഡയാണ്. ഇതിൽ നമ്മൾ ഒരു സാധനം പറയാൻ വിട്ടുപോയി, മസാലയാണ്. മസാല നെയ്യിലിട്ട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് അരി ഇടുന്നത്. അത് ഓൾറെഡി എല്ലാവരും ചെയ്യുന്നതാണ്, ഞാനത് വിട്ടുപോയി പറയാൻ. ഇപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. ഗ്രാമ്പു, പട്ട, കുരുമുളക്, ഏലക്കായ, തക്കോല, ഇതാണ് ഇട്ട് ചൂടാക്കുന്നത്. ഇതൊന്ന് ചെറുതായി പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇതിനാവശ്യത്തിനുള്ള വെള്ളം, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ അരിയാണ്. ഏകദേശം അത് കുതിർത്തി വന്നപ്പോഴത്തേക്കും 10 കപ്പ് അരിയുണ്ട്. അതിന് 15 കപ്പ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരി അതിലേക്ക് ഇടുന്നത്. അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ഏകദേശം ഇത്തിരി മുന്നിട്ട് നിൽക്കണം, കാരണം അരിക്ക് ഉപ്പ് പിടിച്ചു വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചോറിന് ഉപ്പ് ഉണ്ടാവില്ല. വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് വെക്കുന്നത്. 1/2 കപ്പ് പാല് നമ്മൾ ചേർക്കുന്നുണ്ട്. ഇപ്പൊ 15 കപ്പ് വെള്ളം എന്നുള്ളതിൽ 14.5 കപ്പാണ് വെള്ളം എടുത്തേക്കുന്നത്. 1/2 കപ്പ് ഈ പാലും കൂടി ചേർത്തില്ല എങ്കിലും കുഴപ്പമില്ല, ചോറ് ഇത്തിരിയും കൂടി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ്. പാലിന് പകരം നമുക്ക് തൈരും ഇങ്ങനെ വെള്ളത്തിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ബീഫ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് 1 വിസിൽ കേൾപ്പിച്ചിട്ടാണ് ഗ്രേവി ആക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഇതിൽ തൈര് നമ്മൾ ചേർത്തിട്ടുണ്ട്, എങ്കിലും 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുകയാണ്.
നമുക്ക് ഇനി മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്യാം. കാരണം കിടാവിറച്ചി ആയതുകൊണ്ട് എളുപ്പം വേഗം, കുക്കറിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വിസിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ദം ചെയ്യുന്ന പരിപാടികൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഇപ്പൊ 3/4 വേവായതാണ്. ഇനി നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. പിന്നെ റൈസ് ഇറക്കി മാറ്റിയിട്ട് ബീഫ് റെഡി ആയതിലാണ് അത് ആദ്യം അടിയിലിട്ടിട്ട് റൈസ് മേളിൽ ലെയർ ആക്കി ഇട്ടിട്ടാണ് നമ്മൾ ദം ചെയ്യുന്നത്. മേളിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടി ഇടണേ, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഇടണേ. അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി എന്റെ എയർ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ നമ്മൾ ഇവിടെ ഒരു പഴയ ദോശക്കല്ലാണ് വെച്ചേക്കുന്നത്. കാരണം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇത് ചൂടാക്കിയിട്ട് അതിലാണ് ഇത് ദം ചെയ്യണത്. വേറൊരു പാൻ വെച്ചിട്ട്, അതിപ്പോ ചപ്പാത്തിക്കല്ല എന്നുണ്ടെങ്കിൽ പഴയ നോൺ സ്റ്റിക്കിന്റെ പാൻ ആയാലും മതി. അതൊന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ദം ചെയ്യാൻ വെക്കുന്ന പോട്ട് എടുത്ത് വെക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യണത്. അതുകൊണ്ട് ഇതിലുണ്ടായിരുന്ന റൈസ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനി ആ എയർ പോയിരിക്കുന്ന ബീഫ് കുക്കർ തുറന്ന് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതിന്റെ മേളിലാണ് ലെയർ ആയിട്ട് റൈസ് ഇട്ടിട്ട് ദം ചെയ്യുന്നത്. നമുക്കിനി ദം ചെയ്യാനുള്ള പരിപാടിയാണ്. കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഈ പാത്രത്തിലേക്ക്, ബിരിയാണി പോട്ടിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ദം ചെയ്യണത്. അപ്പൊ ഇതിനകത്ത് കുറച്ച് വെള്ളം, ബീഫിന്റെ വെള്ളം വന്നിട്ടുണ്ട് വേവിച്ചതില്. അതൊന്ന് വറ്റിയിട്ട് നമുക്കിതിലേക്ക് റൈസ് ഇട്ടിട്ട് ശരിയാക്കി എടുക്കാം. ലാസ്റ്റ് സ്റ്റേജാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് തൂക്കി കൊടുക്കുകയാണ്. ഇതിന്റെ ഉപ്പും പുളിയും എല്ലാനും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ഗ്രേവിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ദം ചെയ്യണതിന്റെ സ്റ്റെപ്പാണ്. നമ്മളുടെ 3/4 വേവായ റൈസാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ലെയർ ആക്കി ഇട്ടിട്ടാണ് ദം ചെയ്യണത്. ആദ്യത്തെ ഒരു നേര കുറച്ച് ബിരിയാണിയുടെ എസൻസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ക്യാപ്സിക്കം, ഇതൊക്കെ ഓപ്ഷണലാണ്, ഗാർണിഷിങ്ങിനാണ്, കാണാനൊരു ഭംഗി. കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, കുറച്ച് സവാള വറുത്തതാണ് നമ്മളെ, പിന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്. ഇതിന്റെ മേളിലായിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ റൈസ്, ലാസ്റ്റ് നമ്മള് പറഞ്ഞിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഒരു കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറി ചോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ദമ്മിന്റെ നമ്മളുടെ ലാസ്റ്റ് പ്രോസസ്സും കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ മൂടി വെച്ച് ദം ചെയ്യാം. അത് കഴിഞ്ഞ് ബിരിയാണി റെഡി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആദ്യം റൈസ് ഞാൻ പകുതി മാറ്റാണ്. ബീഫ് മസാലയാണ്. ആദ്യം കുറച്ച് മസാല എടുത്ത് മാറ്റിയിട്ട് നമുക്ക് റൈസ് എടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ദം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ബലിപെരുന്നാളായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കാന്നുള്ള ഒരു പരിപാടിയാണ് നെക്സ്റ്റ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ദം ബിരിയാണി തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ജ്യൂസസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിക്കാം. കുറച്ചു നേരമായി ഇതിന്റെ പുറകെ നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും വിശന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഫുഡ് കഴിക്കാം. ഡ്രൈ നട്ട്സ്, അതിനുശേഷം ഇറച്ചിപ്പത്തിരിയും സോസുമാണ്. അതിനുശേഷം നമ്മളുടെ ബീഫ്
ദം ബിരിയാണിയാണ്. അപ്പൊ നമുക്കിനി ഫസ്റ്റ് ഇറച്ചിപ്പത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇറച്ചിപ്പത്തിരി എടുത്തിട്ടുണ്ട്, മനുവിന് കൊടുക്കാം. മധുരോ? സോസിന്റെ മധുരാണ് അവനീ പറയുന്നത്. ഞാൻ മധുരം എവിടെ നിന്ന്? അടിപൊളിയായിട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അടുത്ത് നമ്മുടെ ദം ബിരിയാണിയാണ്, നമ്മുടെ മെയിൻ ഡിഷ്. അപ്പൊ അത് ആദ്യം ടേസ്റ്റ് ചെയ്യാം. അതിന്റെ പൊന്നെ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫാണെങ്കിലും നല്ല നമ്മൾ ആ കേടൊക്കെ ഇട്ടുകൊണ്ടാണ്, നല്ല പുളിയൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിരുന്നു. അരിയാണെങ്കിലും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല ഉതിരുതിരി പോലെ തന്നെ കിടപ്പുണ്ട്. ഏറ്റവും ടേസ്റ്റ് ഉള്ള അരിയാണ് കൈമാരി. അപ്പൊ നിങ്ങൾ ബിരിയാണിക്ക് അരി മേടിക്കുമ്പോ അത് ശ്രദ്ധിക്കേണ്ടി വരും, കൈമാരി മേടിച്ച് നല്ല ടേസ്റ്റ് ഉള്ള അരി കിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ ബിരിയാണി ആയാലും ഇറച്ചിപ്പത്തിരി എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കുനാഫ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ഡെസേർട്ട് എന്ന് പറയുന്ന കുനാഫയാണ്. ഇത് മുറിക്കാനൊരു ഇച്ചിരി ടഫാട്ടോ, കാരണം നമ്മൾ കേക്ക് മുറിക്കുന്ന പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല, ഇത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഓക്കെ, ഐസ്ക്രീം നമ്മൾ ഇതിന്റെ മുകളിൽ കുറച്ചിടുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ കുനാഫ വിത്ത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. ഇവിടെ ടെൻഡർ കോക്കനട്ട് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വായിൽ വെള്ളം വരുന്നത് കണ്ടിട്ട്. ഇത് ഞാൻ മനുവിന് കൊടുത്തിട്ട് ആദ്യം ഞാൻ തന്നെ കഴിച്ചു, ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് അതൊക്കെ തരാൻ പറ്റി. അതാവൻ നോക്കിയിരിക്കണായിരുന്നു, ആദ്യം അവന് കൊടുക്കുമെന്ന് വിചാരിച്ചു. ഞാൻ വായിലേക്ക് അവനെന്താ അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇത് പിന്നെ ഒന്നും പറയാനില്ല, സ്വീറ്റ്സ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും, കാരണം മധുരമാണ്, പിന്നെ ചീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് സൂപ്പർ. അത് തന്നെ, ഇതൊരു അറബിക് ഡിഷ് ആണ്. ഇത് നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ നമ്മളിപ്പോ ബിരിയാണി കഴിച്ചു, ഡെസേർട്ട് കഴിച്ചു, എല്ലാം കഴിച്ചു. അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്ഷീണം മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് സുലൈമാനിയാണ്. അപ്പൊ സുലൈമാനി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബിരിയാണി കഴിക്കുമ്പോ അതിന്റെ ഒപ്പം സുലൈമാനി കുടിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും. അപ്പോ ഞങ്ങളുടെ ഇന്നത്തെ ബലിപെരുന്നാളിനുള്ള എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ദം ബിരിയാണി, ബീഫ് ദം ബിരിയാണി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുനാഫയും ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോസ് വേണമെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോ പുതിയ ഒരു ഇതിലും അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ബൈ.